എ ടു ഇസഡ് ചലഞ്ചിൻ്റെ പാർട്ട് 13ലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫോർമൽ റിട്ടൺ ഇംഗ്ലീഷും ഇൻഫോർമൽ ആൻഡ് ഫോർമൽ സ്പോക്കൺ ഇംഗ്ലീഷും പരിശീലിപ്പിക്കുക. നമ്മൾ 13 എപ്പിസോഡിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മളുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻ്റ് ആണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. എല്ലാവർക്കും, അതായത് ഇംഗ്ലീഷുമായിട്ട് യാതൊരു ബന്ധമില്ല എങ്കിൽ പോലും എ ടു ഇസഡ് ചലഞ്ചിൻ്റെ പ്ലേലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ചാൽ ആ ഓരോ ക്ലാസ്സിലൂടെ നിങ്ങൾ നീങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫോർമൽ ഇംഗ്ലീഷ് നിങ്ങൾ എഴുതുകയും സംസാരിക്കുകയും ചെയ്യും. ഉറപ്പായി സംസാരിക്കുകയും ചെയ്യും. ഞാൻ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള കാര്യം ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ ഏതാനും ചില കാര്യങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. ഒന്ന്, ഇംഗ്ലീഷിലുള്ള എല്ലാ സെൻറ്റൻസ് പാറ്റേൺസും കൺസ്ട്രക്ഷൻസും പഠിക്കുക. ഏതാണ്ട് 200ഓളം സെൻറ്റൻസ് പാറ്റേൺസ് ഉണ്ട്. അത് നമ്മൾ കാണാതെ നമ്മൾ പഠിക്കണം. മറ്റൊന്ന്, വൊക്കാബുലറി അറ്റൈൻ ചെയ്യണം. മൂന്നാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, വോക്കൽ എക്സസൈസ് ചെയ്യണം. നമ്മുടെ വോക്കൽ ഓർഗൻസിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ചായ്വ് മലയാളം സംസാരിക്കുന്നതിനാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ വോക്കൽ ഓർഗൻസിനെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷനിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ വോക്കൽ എക്സസൈസ് നിർബന്ധമാണ്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ക്ലാസ്സും സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. മറ്റൊന്ന്, നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ആ കാര്യത്തിൽ നിങ്ങൾ ജനറസ് ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ക്ലാസ് എത്തത്തക്ക വിധത്തിൽ ഒന്ന് നിർലോഭം ഷെയർ ചെയ്യുകയും ചെയ്താൽ നന്നായിരുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ പുതിയതായി ഒന്നും പഠിപ്പിക്കുന്നില്ല. പാർട്ട് 12ൽ നമ്മൾ പഠിപ്പിച്ച കാര്യം, അതായത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഉപയോഗം, പതിവുള്ള കാര്യം പറയാൻ, ഒരാളുടെ പ്രിഫറൻസ് പറയുവാൻ, ഒരു നാച്ചുറൽ ട്രൂത്ത് പറയുവാൻ, അതായത് എന്നും സത്യമായിട്ടുള്ള കാര്യം പ്രസ്താവിക്കുവാൻ നാം ഉപയോഗിക്കുന്ന ഒരു സെൻറ്റൻസ് പാറ്റേൺ ഉണ്ട്. അതായത് സബ്ജക്റ്റിനോടുകൂടി വെർബിൻ്റെ ബേസ് ഫോം അല്ലെങ്കിൽ എസ് ഫോം, അതിനോടുകൂടി ഓബ്ജക്റ്റ് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു പാറ്റേൺ നമുക്ക് ലഭിക്കും. ഇത് നിങ്ങൾ നിർബന്ധമായി പഠിച്ചു വെക്കണം. കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ധാരാളമായി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു സെൻറ്റൻസ് പാറ്റേൺ ആണ്, ഒരു കൺസ്ട്രക്ഷനാണ് ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ പാറ്റേൺ. അത് പതിവുള്ള കാര്യം. അപ്പം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കാനായിട്ട് ഞാൻ പറഞ്ഞിരുന്ന 2 അക്ഷരങ്ങളുണ്ട്. അതായത് റുണ്ട്, അതായത് ചെയ്യാറുണ്ട്, വരാറുണ്ട്, പോകാറുണ്ട്, നടക്കാറുണ്ട്, ബ്രഷ് ചെയ്യാറുണ്ട്, വൃത്തിയാക്കാറുണ്ട്. ഇത്തരത്തിലുള്ള സെൻറ്റൻസുകളാണ് ഈ സിമ്പിൾ പ്രസൻറ്റിൻ്റെ കാറ്റഗറിയിൽ വരുന്നത്. സിമ്പിൾ പ്രസൻറ്റ് എന്ന് നാം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, യെസ് ഫോം, ബേസ് ഫോം. മറ്റൊന്ന് ഡു, ഡസ്. പിന്നെ ചില ടൈം എക്സ്പ്രഷൻസ്, അതായത് ഫ്രീക്വൻ്റ്ലി, ഡെയിലി, യൂഷ്വലി, എവറി ഡേ, എവറി നൈറ്റ്, അങ്ങനെ എവറി ചേർന്ന് വരുന്ന എന്നും എന്ന അത്തരത്തിലുള്ള ഒരു ധ്വനി വരുന്ന എല്ലാ ടൈം എക്സ്പ്രഷൻസും സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഭാഗമാണ്. ഇത്രയും മാത്രം ഓർത്തിരുന്നാൽ മതി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്നത് നമ്മുടെ വോക്കൽ ഓർഗൻസിന് ഒരു എക്സസൈസ് കിട്ടത്തക്ക രീതിയിൽ ഏതാനും ചില സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ്. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. അതായത് ഏതെങ്കിലും ഒരു സെൻറ്റൻസ് നമ്മുടെ സ്വന്തമാകണമെങ്കിൽ, ഏതെങ്കിലും ഒരു ആശയം നമ്മുടെ സ്വന്തമാകണമെങ്കിൽ 20 പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ അത് രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ. നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണിച്ചാൽ, അപ്പം നിങ്ങൾ എൻ്റെ കൂടെ നിന്നാൽ തീർച്ചയായും നിങ്ങളെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പരിശീലിപ്പിക്കും, പഠിപ്പിക്കും. ഫോർമൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, എഴുതാനും വായിക്കാനും പറയാനും ഉള്ള ഇംഗ്ലീഷ് നിങ്ങളെ പഠിപ്പിച്ചു തരികയും ചെയ്യും. നിങ്ങൾക്ക് പൂർണ്ണമായും നിങ്ങൾക്ക് വിശ്വസിക്കാം. സെൻറ്റൻസുകൾ ഓരോന്നായി നമുക്ക് നോക്കാം. ഞാൻ ഈ തരുന്ന സെൻറ്റൻസുകൾ നമ്മുടെ വീട്ടിൽ സാധാരണയായി നമ്മൾ ഉപയോഗിക്കാൻ നമുക്ക് ഉപകരിക്കുന്ന ചില സെൻറ്റൻസുകളാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഒരു സെൻറ്റൻസ് പഠിച്ചാൽ 4 സെൻറ്റൻസ് പഠിക്കും. അതായത് എല്ലാ സെൻറ്റൻസിനെയും ഉണ്ട്, ഇല്ല, ഉണ്ടോ, ഇല്ലേ, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അതെ, അല്ല, ആണോ, അല്ലേ, ഇങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും. ഏതൊരു സെൻറ്റൻസിനെ അങ്ങനെ മാറ്റുവാൻ സാധിക്കും. അങ്ങനെ ഏതാനും ചില സെൻറ്റൻസുകൾ ഞാൻ നിങ്ങൾക്ക് തരും.
ആ സെൻറ്റൻസിൻ്റെ 4 തരത്തിലുള്ള ചേഞ്ചും, അതായത് 4 തരത്തിലുള്ള സെൻറ്റൻസുകളും നിങ്ങൾക്ക് ഞാൻ തരും. നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്യുക. അതിവേഗതയിൽ പറഞ്ഞ് നമ്മുടെ വോക്കൽ ഓർഗൻസിലും ബ്രെയിനിലും അത് ഇമ്പോസ് ചെയ്തെടുക്കുക. അതാണ് നിങ്ങൾ അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓരോ സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഞാൻ എല്ലാ ദിവസവും അതിരാവിലെ ഉണരാറുണ്ട്. സെൻറ്റൻസ് എങ്ങനെയാണ് പറയേണ്ടത്? ഉണരാറുണ്ട് എന്നാണ്, അതൊരു പതിവാണ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണ്, അതായത് എസ് ഫോം ബേസ് ഫോം മാത്രം, ഡൂം ഡസും മാത്രം. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അവിടെ ഗെറ്റിംഗ് എന്നോ ഗോട്ട് എന്നോ ഒന്നും നമ്മൾ പറയുന്നില്ല. അവിടെ ഗെറ്റപ്പ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എന്തുകൊണ്ടാണ്? ഐ സബ്ജക്റ്റ് ആണ്, ഫസ്റ്റ് പേഴ്സൺ ആണ്, അതുകൊണ്ടാണ് അവിടെ ഗെറ്റപ്പ് എന്ന് വന്നത്. പക്ഷേ തേർഡ് പേഴ്സൺ സിംഗുലർ ആയിരുന്നെങ്കിൽ ഹിയോ ഷീ അല്ലെങ്കിൽ അതുപോലുള്ള സിംഗുലർ സബ്ജക്റ്റുകൾ ഏതെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായും അത് ഗെറ്റ്സ് അപ്പ് എന്നാകുമായിരുന്നു. ഇവിടെ ഐ ആണ് സബ്ജക്റ്റ്, അതുകൊണ്ട് ഐ ഗെറ്റപ്പ് എന്നാണ് പറയുക. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ആ സെൻറ്റൻസിനെ ഞാൻ ഉണരാറില്ല അല്ലെങ്കിൽ എഴുന്നേൽക്കാറില്ല, അതിരാവിലെ എഴുന്നേൽക്കാറില്ല എന്ന് നമുക്ക് ആ സെൻറ്റൻസിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ സാധിക്കും? ഗെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഡു ഗെറ്റപ്പ് ആണ്. അപ്പോൾ നോട്ട് ഡൂവിനോട് ചേർത്താൽ മതി. അപ്പോൾ ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ സെൻറ്റൻസ് രണ്ടും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഇനി നമുക്ക് ചോദ്യമാക്കുക. ചോദ്യമാക്കണമെങ്കിൽ സബ്ജക്റ്റും ഓക്സിലറി വെർബും, അതായത് ഡു അല്ലെങ്കിൽ ഡസ്, ഇത് ഇൻവേർഷൻ നടന്നാൽ, അതായത് സബ്ജക്റ്റും ഓക്സിലറി വെർബും തിരിഞ്ഞ്, അതായത് ഇതിൻ്റെ സ്ഥാനം മാറ്റിയാൽ തീർച്ചയായും അതൊരു ക്വസ്റ്റ്യനായി മാറും. സ്വാഭാവികമായിട്ടും സെൻറ്റൻസിൻ്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ വരും. അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ചോദ്യം ഇതാണ്, നീ അതിരാവിലെ ഉണരുമോ? അപ്പോൾ ഐ മാറി അവിടെ യു ആകും. ഡു യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഡു യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്? ഇനി എഴുന്നേൽക്കുക ഇല്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. അപ്പോൾ ഈ സെൻറ്റൻസ് 4 കൂടെ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ ഡോണ്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡു യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഡോണ്ട് യു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ഈ സെൻറ്റൻസ് ഒരു 20 പ്രാവശ്യം പറഞ്ഞു പഠിച്ചാൽ ഈ ഒരു കൺസ്ട്രക്ഷൻ നിങ്ങളുടെ സ്വന്തമാകും. ഇത് താനെ നിങ്ങളുടെ നാവിൽ വരും. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്. എല്ലാ ലാംഗ്വേജും ഒരു സ്കില്ലാണ്. അത് പരിശീലിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ സ്വന്തമാകും. ബുക്ക് വായിച്ചാൽ മാത്രം നമ്മുടെ ഈ സെൻറ്റൻസ് പാറ്റേൺസ് നമ്മുടെ സ്വന്തമാകുകയില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കണം എന്ന്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഇത് വോക്കൽ പ്രാക്ടീസ് ചെയ്യണം, വോക്കൽ എക്സസൈസ് ചെയ്യണം. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി ക്ലീൻസ് ഹിസ് റൂം എവറി സാറ്റർഡേ. എല്ലാ ശനിയാഴ്ചയും അവൻ അവൻ്റെ മുറി വൃത്തിയാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ക്ലീൻസ് എന്ന് വന്നത്? എസ് ഫോം വന്നത് എന്തുകൊണ്ടാണ്? ഹി എന്ന സബ്ജക്റ്റ് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. ഹി ക്ലീൻസ് ഹിസ് റൂം എവറി സാറ്റർഡേ. എങ്ങനെ നമുക്ക് നെഗറ്റീവ് ആക്കാം? ക്ലീൻസ് എന്ന് പറഞ്ഞാൽ ഡസ് ക്ലീൻ ആണ്. അങ്ങനെയെങ്കിൽ നോട്ട് ചേർക്കേണ്ടത് എവിടെയാണ്? ഡസ് നോട്ട് ക്ലീൻ. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഹി ക്ലീൻസ് ഹിസ് റൂം എവറി സാറ്റർഡേ, ഹി ഡസിൻ ക്ലീൻ ഹിസ് റൂം എവറി സാറ്റർഡേ. എങ്ങനെ ചോദ്യമാകും? ഹി ഡസ് എന്നുള്ളത് ഡസ് ഹി എന്നായി കഴിഞ്ഞാൽ അത് ക്വസ്റ്റ്യനായി മാറും. ഡസ് ഹി ക്ലീൻ ഹിസ് റൂം എവറി സാറ്റർഡേ? ഇനി വൃത്തിയാക്കാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ഡസിൻ ഹി ക്ലീൻ ഹിസ് റൂം എവറി സാറ്റർഡേ? സെൻറ്റൻസ് ഞാനൊന്ന് പറയാം. ഹി ക്ലീൻസ് ഹിസ് റൂം എവറി സാറ്റർഡേ, ഹി ഡസിൻ ക്ലീൻ ഹിസ് റൂം എവറി സാറ്റർഡേ, ഡസ് ഹി ക്ലീൻ ഹിസ് റൂം എവറി സാറ്റർഡേ, ഡസിൻ ഹി ക്ലീൻ ഹിസ് റൂം എവറി സാറ്റർഡേ. പറഞ്ഞു പഠിക്കുക. ഒരു 20 ടൈംസ് പറഞ്ഞു പഠിക്കുക. നിങ്ങളുടെ സ്വന്തമാകും. ഈ സെൻറ്റൻസ് മാത്രമല്ല, ഇത്തരത്തിലുള്ള എല്ലാ കൺസ്ട്രക്ഷൻസും നിങ്ങളുടെ സ്വന്തമാകും. തേർഡ് പേഴ്സൺ സിംഗുലർ വന്നാൽ ഓട്ടോമാറ്റിക്കായി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഒരു റിഫ്ലക്സ് ആക്ഷൻ എന്ന് പറഞ്ഞതുപോലെ തേർഡ് പേഴ്സൺ സിംഗുലർ നമ്മൾ പറഞ്ഞാൽ അപ്പം തന്നെ വെർബിൻ്റെ എസ് ഫോം അവിടെ വന്നിരിക്കണം. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹി ഡസ് ഹിസ് വർക്ക്സ് വെൽ. ഹി ഡസ് ഹിസ് വർക്ക്സ് വെൽ. അവൻ്റെ ജോലി അവൻ നന്നായി ചെയ്യാറുണ്ട്. ഹി ഡസ് ഹിസ് വർക്ക് വെൽ. ഇവിടെ ഏതാണ് വെർബ്? ചെയ്യുന്നു എന്നുള്ളതാണ് വെർബ്, ഡസ് എന്നുള്ളതാണ് വെർബ്. ആ ഡസ് ഒരു ഓക്സിലറി വെർബ് മാത്രമല്ല, ഡസ് ഡു എന്ന് പറയുന്ന ഓക്സിലറി വെർബും മെയിൻ വെർബും കൂടെ ചേരുന്ന ഒരു സംവിധാനമാണത്. അപ്പോൾ ഹി ഡസ് ഹിസ് വർക്ക്സ് വെൽ. അങ്ങനെയെങ്കിൽ നെഗറ്റീവ് എങ്ങനെ പറയും? ഹി ഡസിൻ ഹിസ് വർക്ക് അല്ല, ഹി ഡസിൻ ഡു ഹിസ് വർക്ക് വെൽ എന്നാകണം. ഹി ഡസിൻ ഡു ഹിസ് വർക്ക് വെൽ. എങ്ങനെ ക്വസ്റ്റ്യൻ ആവും? ഡസ് ഹി ഡു ഹിസ് വർക്ക് വെൽ. എങ്ങനെ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആവും? ഡസിൻ ഹി ഡു ഹിസ് വർക്ക് വെൽ. സെൻറ്റൻസ് ഞാനൊന്ന് പറയാം. അവൻ അവൻ്റെ ജോലി നന്നായി ചെയ്യാറുണ്ട്. ഹി ഡസ് ഹിസ് വർക്ക് വെൽ. ഹി ഡസിൻ ഡു ഹിസ് വർക്ക് വെൽ. ഡസ് ഹി ഡു ഹിസ് വർക്ക് വെൽ. ഡസിൻ ഹി ഡു ഹിസ് വർക്ക് വെൽ.
മനസ്സിലായല്ലോ? അടുത്ത സെൻറ്റൻസ് നോക്കാം. ഒരു പ്രിഫറൻസ് പറയുവാൻ നമുക്ക് സിമ്പിൾ പ്രസൻസ് ഉപയോഗിക്കാം. വി ലൈക്ക് കോഫി. വി ലൈക്ക് കോഫി. ലൈക്ക് എന്നാണ് അവിടെ വെർബ്. ലൈക്ക് ആണ് അവിടെ വെർബ്. വി ലൈക്ക്. ഹി ആണെങ്കിൽ ഷീ ആണെങ്കിലും ഇറ്റ് ആയിരുന്നെങ്കിലും മൈ മദർ ആണെങ്കിലും ഫാദർ ആണെങ്കിലും ഒക്കെ ലൈക്സ് എന്ന് വരുമായിരുന്നു. ഇവിടെ വി ലൈക്ക് കോഫി. ഞങ്ങൾക്ക് കോഫി ഇഷ്ടമല്ല എന്ന് എങ്ങനെ പറയും? വി ഡോണ്ട് ലൈക്ക് കോഫി. ഇനി നിങ്ങൾക്ക് കോഫി ഇഷ്ടമാണോ എന്ന് എങ്ങനെ ചോദിക്കും? ഡു യു ലൈക്ക് കോഫി. ഇഷ്ടമല്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു ലൈക്ക് കോഫി. അപ്പോൾ സെൻറ്റൻസ് 4 നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വി ലൈക്ക് കോഫി. വി ഡോണ്ട് ലൈക്ക് കോഫി. ഡു യു ലൈക്ക് കോഫി. ഡോണ്ട് യു ലൈക്ക് കോഫി. ഒരു 20 ടൈംസ് ഇതങ്ങ് റിപ്പീറ്റ് ചെയ്തുകൊള്ളുക. സെൻറ്റൻസ് നിങ്ങളെ സ്വന്തമാവും. ഈ സെൻറ്റൻസ് മാത്രമല്ല, ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഏത് സെൻറ്റൻസും നിങ്ങൾക്ക് വഴങ്ങുന്ന അവസ്ഥയിൽ എത്തും. അടുത്ത് നോക്കാം. യു സബ്ജക്റ്റ് ആക്കി. യു സബ്ജക്റ്റ് വരത്തക്കിൽ ഒരു സെൻറ്റൻസ് നോക്കാം. യു സിങ് വെൽ. നീ നന്നായി പാടുന്നുണ്ടല്ലോ. ഇനി നീ നന്നായി പാടുന്നില്ലെന്ന് എങ്ങനെ പറയും? യു ഡോണ്ട് സിങ് വെൽ. നീ നന്നായി പാടുന്നില്ല. യു ഡോണ്ട് സിങ് വെൽ. ഇനി നമുക്ക് നീ നന്നായി പാടുന്നില്ല എന്ന് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചോദ്യം ചോദിക്കണം? ഞാൻ നന്നായി പാടുന്നുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കണം. അപ്പം എങ്ങനെ ചോദിക്കും? ഡു ഐ സിങ് വെൽ. ഡു ഐ സിങ് വെൽ. ഞാൻ നന്നായി പാടുന്നുണ്ടോ? ഇനി ഞാൻ നന്നായി പാടുന്നില്ലേ എന്ന് എങ്ങനെയാവും? ഡോണ്ട് ഐ സിങ് വെൽ. ഡോണ്ട് ഐ സിങ് വെൽ. ഞാൻ നന്നായി പാടുന്നില്ലേ? അപ്പോൾ യു സിങ് വെൽ. യു ഡോണ്ട് സിങ് വെൽ. ഡു ഐ സിങ് വെൽ. ഡോണ്ട് ഐ സിങ് വെൽ. ഇതൊന്ന് വേഗതയിൽ ഒന്ന് പറഞ്ഞു നോക്കുക. നമ്മുടെ വോക്കൽ ഓർഗൻസ്, അതായത് നാവും നമ്മുടെ ലിപ്സും ഒക്കെ ഒന്ന് വേദന എടുക്കത്തക്ക രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. മറ്റൊരു സെൻറ്റൻസ് നോക്കാം. മൈ ഫ്രണ്ട്സ് വിസിറ്റ് മൈ ഹോം ഫ്രീക്വൻ്റ്ലി. മിക്കപ്പോഴും എൻ്റെ കൂട്ടുകാർ എൻ്റെ വീട് സന്ദർശിക്കാറുണ്ട്. എൻ്റെ ഭവനം സന്ദർശിക്കാറുണ്ട്. സെൻറ്റൻസ് ഒന്നുകൂടെ പറയാം. മൈ ഫ്രണ്ട്സ് വിസിറ്റ് മൈ ഹോം ഫ്രീക്വൻ്റ്ലി. മൈ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് വിസിറ്റ് എന്ന് പറഞ്ഞത്. മൈ ഫ്രണ്ട് ആയിരുന്നെങ്കിൽ അത് വിസിറ്റ്സ് എന്നാകുമായിരുന്നു. മൈ ഫ്രണ്ട്സ് വിസിറ്റ് മൈ ഹോം ഫ്രീക്വൻ്റ്ലി. എൻ്റെ കൂട്ടുകാരങ്ങനെ മിക്കപ്പോഴും എൻ്റെ വീട് സന്ദർശിക്കാറില്ല. എങ്ങനെ പറയും? മൈ ഫ്രണ്ട്സ് ഡോണ്ട് വിസിറ്റ് മൈ ഹോം ഫ്രീക്വൻ്റ്ലി. ഇനി നിൻ്റെ കൂട്ടുകാർ നിൻ്റെ വീട് സന്ദർശിക്കാറുണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു യുവർ ഫ്രണ്ട്സ് വിസിറ്റ് യുവർ ഹോം ഫ്രീക്വൻ്റ്ലി. ഇനി സന്ദർശിക്കാറില്ലേ എന്നെങ്ങനെ ചോദിക്കും? ഡോണ്ട് യുവർ ഫ്രണ്ട്സ് വിസിറ്റ് യുവർ ഹോം ഫ്രീക്വൻ്റ്ലി. അപ്പോൾ സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു പഠിക്കാം. മൈ ഫ്രണ്ട്സ് വിസിറ്റ് മൈ ഹോം ഫ്രീക്വൻ്റ്ലി. മൈ ഫ്രണ്ട്സ് ഡോണ്ട് വിസിറ്റ് മൈ ഹോം ഫ്രീക്വൻ്റ്ലി. ഡു യുവർ ഫ്രണ്ട്സ് വിസിറ്റ് യുവർ ഹോം ഫ്രീക്വൻ്റ്ലി. ഡോണ്ട് യുവർ ഫ്രണ്ട്സ് വിസിറ്റ് യുവർ ഹോം ഫ്രീക്വൻ്റ്ലി. പറഞ്ഞു പഠിക്കുക. അടുത്ത സെൻറ്റൻസ് നോക്കാം. വി ഹാവ് ഡിന്നർ ടുഗദർ എവറി നൈറ്റ്. എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ ഒരുമിച്ചാണ് ഡിന്നർ കഴിക്കാറുള്ളത്. വി ഹാവ് ഡിന്നർ ടുഗദർ എവറി നൈറ്റ്. എല്ലാ ദിവസവും ഞങ്ങൾ കഴിക്കാറുണ്ട്. വി ഹാവ്, ഇവിടെ ഹാവ് എന്ന് പറഞ്ഞാൽ ഈറ്റ് എന്ന് പറയുന്നത് പോലെ, ഡ്രിങ്ക് എന്ന് പറയുന്നത് പോലെ, എൻജോയ് എന്ന് പറയുന്നത് പോലെ, ഹാവ് എന്ന് പറയുന്ന വേർഡ് ഇവിടെ ഒരു വെർബാണ്. അതിന് തിന്നുക, കുടിക്കുക, ആസ്വദിക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഹാവ് എന്ന് പറഞ്ഞാൽ ഡു ഹാവ് ആണ്. ഹാസ് ആണെങ്കിൽ ഡസ് ഹാവ് ആണ്. ഇവിടെ ഡു ഹാവ് ആണ്. അപ്പോൾ വി ഹാവ് ഡിന്നർ ടുഗദർ എവറി നൈറ്റ്. എല്ലാ ദിവസവും രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ട്. ഞങ്ങൾ കഴിക്കാറില്ല എന്ന് എങ്ങനെ പറയും? വി ഡോണ്ട് ഹാവ് ഡിന്നർ ടുഗദർ എവറി നൈറ്റ്. ഒരുമിച്ച് ഞങ്ങൾ കഴിക്കാറില്ല. നിങ്ങൾ എല്ലാ രാത്രിയിലും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഡു യു ഹാവ് യുവർ ഡിന്നർ ടുഗദർ എവറി നൈറ്റ്. ഇനി കഴിക്കാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ഡോണ്ട് യു ഹാവ് യുവർ ഡിന്നർ ടുഗദർ എവറി നൈറ്റ്. ഇതൊന്ന് പറഞ്ഞു പഠിക്കുക. ഇതൊരു ടങ് ട്വിസ്റ്റിംഗ് പോലെയാണ്. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്കിത് ഈ സെൻറ്റൻസ് നമുക്ക് കിട്ടുകയുള്ളൂ. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. എൻ്റെ സഹോദരനും സഹോദരിയും വീഡിയോ ഗെയിംസ് കളിക്കാറുണ്ട്. എങ്ങനെ പറയും? മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. അവർ വീഡിയോ ഗെയിംസ് കളിക്കാറില്ല. എങ്ങനെ പറയും? മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ ഡോണ്ട് പ്ലേ വീഡിയോ ഗെയിംസ്. ഡു യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. കളിക്കാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? നിന്റെ സഹോദരനും നിന്റെ സഹോദരി വീഡിയോ ഗെയിംസ് കളിക്കാറില്ലേ എന്ന് എങ്ങനെ ചോദിക്കും? ഡോണ്ട് യുവർ ബ്രദർ ആൻഡ് സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. അപ്പോൾ ഈ 4 സെൻറ്റൻസുകൾ ഒരുമിച്ച് നമുക്ക് പറയാം. മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. മൈ ബ്രദർ ആൻഡ് മൈ സിസ്റ്റർ ഡോണ്ട് പ്ലേ വീഡിയോ ഗെയിംസ്. ഡു യുവർ ബ്രദർ ആൻഡ് യുവർ സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. ഡോണ്ട് യുവർ ബ്രദർ ആൻഡ് യുവർ സിസ്റ്റർ പ്ലേ വീഡിയോ ഗെയിംസ്. ആവർത്തിച്ച് പറയുക. വീഡിയോയുടെ ദൈർഘ്യം വർദ്ധിക്കുന്നത് കൊണ്ട് 8 സെൻറ്റൻസ് ഞാൻ നിർത്തുകയാണ്. 8 സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ
36 സെൻറ്റൻസ് നിങ്ങളെ സ്വന്തമാവും. ഈ 36 സെൻറ്റൻസ് നിങ്ങളെ സ്വന്തമാകുന്നതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് വോക്കൽ എക്സസൈസ് നിങ്ങൾക്ക് കിട്ടും. ഇംഗ്ലീഷ് നിങ്ങളുടെ നാവിൽ തുമ്പിൽ വരുന്ന ഒരവസ്ഥ തീർച്ചയായും ഉണ്ടാകും. ഇതൊരു അത്ഭുതകരമായ റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രാക്ടീസാണ്. ഞാൻ ചെയ്ത് ശീലിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളും അത് ചെയ്താൽ വളരെ നല്ലതാണ്, അത്ഭുതകരമായ മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെൻറ്റൻസ് പാറ്റേണുമായിട്ട്, മറ്റൊരു സെൻറ്റൻസ് കൺസ്ട്രക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.